LSC അത്ലറ്റിക്സിനായി അവസാന നിമിഷം എത്തുമ്പോൾ കിളുത്തന സ്ഥാനം ഒരു 30+ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് പ്രതികരണം നിങ്ങൾ എങ്ങനെ ഇത് കാണേണ്ടത്? അത് 30 മുകളിലേക്ക് തന്നെ നമുക്കൊരു അൽഹംദുലില്ലാഹ് വല്ലോണം ഫസ്റ്റ്. കാരണം ഞാൻ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ പുറം നാടുകളിൽ പോയി മറ്റേ LSGയിലും പല പരിപാടിയും പങ്കെടുക്കുന്ന സമയത്ത് വളരെ താഴെയാണ് നമ്മളെ സ്കോർ നിലവാരം എപ്പോഴും ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ പ്രാവശ്യം മറ്റേ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ക്ലബ്ബുകാരായിക്കോട്ടെ, അതുപോലെ നാട്ടുകാരായിക്കോട്ടെ, ഇവരെല്ലാവരും ഒരു കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മക്കളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയതിന് അതിന് ശ്രമഫലം തന്നെയാണ് നമുക്ക് ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇതുവരെയുള്ള എല്ലാ ഇവൻറ്റ്സിലും നമ്മളെ മക്കൾ അവരാൾ കഴിയേണ്ട രീതിക്കുള്ള മാക്സിമം പെർഫോമൻസ് കാഴ്ചവെച്ചായിട്ട് കാണേണ്ടത്. പക്ഷേ ഇനിയും നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത LSGയിലേക്ക് നമ്മൾ ആദ്യത്തെ 3 സ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനം നമ്മൾ ഇൻഷാ അല്ലാഹ് കരസ്ഥമാക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ നാട്ടുകാരത്തെ, അധ്യാപകരത്തെ, ക്ലബ്ബുകാരെ എല്ലാവരുടെ സഹകരണവും അന്നും ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അതുപോലെ ഈ LSG ഈ കൂട്ടായ്മ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചതിന് അവിടെ ഒരിക്കലും നമുക്ക് മറപ്പാൻ കഴിയുക. കാരണം രാവും പകലമില്ലാതെ അവരെല്ലാ മറ്റേ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിക്ക് തന്നെ അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിന്. കാരണം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇല്ലാത്ത ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇവരെല്ലാം പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം പുറത്തുനിന്ന് തന്നെ ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടി. പേരൊന്ന് പറയാം, എന്ത് വർക്കാണ് ചെയ്യേണ്ടത്? ഞാൻ കപ്പലയിൽ വർക്ക് ചെയ്യേണ്ടത്. പേര് ജലീൽ അറക്കൽ എന്നാണ് പറയപ്പെടുന്നത്. കിൽട്ടൺ സ്വദേശിയാണ്. കാരണം ഇവിടെയുള്ള ഈ ആൾക്കാരെ മറ്റേ സ്പിരിറ്റ് കൊണ്ടാണ് ഇല്ലാത്ത ലീവുകൾ കൊടുത്തേച്ചും കയറി വരുന്നത്. കാരണം ഒരുപാട് അധ്യാപകരായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ക്ലബ്ബുകാരായിക്കോട്ടെ അത്ര ആത്മാർത്ഥത കാണിച്ചിരുന്നു. അതിന് റിസൾട്ട് പഠിച്ചും സഹായിച്ച് നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് അങ്ങനെ തന്നെ ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു കാര്യം കൂടി, നമുക്കിപ്പോൾ ഈ ഗ്രൗണ്ടും ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇനി അടുത്ത വർഷം ഗ്രൗണ്ടുണ്ട്, ബാക്കി വോളിബോൾ, ജമ്പിങ് ബീച്ച് എല്ലാം റെഡിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം നല്ലൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിக்கலாம். ഉറപ്പില്ല? തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നല്ല പെർഫോമൻസ് കൂടി ഇതിനേക്കാൾ നല്ല മെച്ചപ്പെട്ടിട്ട് ഞങ്ങൾ വരും. താങ്ക് യു.